വെൽക്കം ബാക്ക് പെർഫോമൻസ് മെക്കാനിക് യൂട്യൂബ് ചാനൽ. അപ്പോൾ ഞാൻ പറയാൻ പോകുന്നത് നിസാൻ പെട്രോളിനെ പറ്റിയിട്ടോ. നിസാൻ പെട്രോൾ എന്ന് പറഞ്ഞ ഒരു SUV ഉണ്ട്. അപ്പോൾ അതിനെ മോഡിഫൈ ചെയ്തിട്ടുള്ള ഒരു വാഹനത്തിൻ്റെ ഒരു ടെക്നിക്കലായിട്ടുള്ള വീഡിയോ നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ മോഡിഫൈ ചെയ്തതെന്ന് പറയുമ്പോൾ അതിൻ്റെ എൻജിൻ റീട്യൂൺ ചെയ്തൊരു വാഹനമാണ്. അപ്പോൾ എൻജിനെ അവർ കംപ്ലീറ്റ് റീട്യൂൺ ചെയ്തിട്ടുണ്ട്. അതിനെ മോസ്റ്റ് പവർഫുൾ ആക്കിയിട്ടുണ്ട് റീട്യൂൺ ചെയ്തിട്ട്. റീട്യൂണിങ് എന്ന് പറയുമ്പോൾ എൻജിൻ്റെ പവർ കൂട്ടുന്ന ഒരു സംഭവമാണ്. എൻജിൻ്റെ ECM അതേപോലെ ചിലപ്പോൾ അതിൻ്റെ പിസ്റ്റണൊക്കെ മാറും. പിസ്റ്റൺ, ഇൻടേക്ക് മാനിഫോൾഡ്, അതേപോലെ എക്സോസ്റ്റ് മാനിഫോൾഡ്, ഫ്യൂൽ ഇഞ്ചക്ടർ, ഇഗ്നിഷൻ കോയിൽ, ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ മാറിയിട്ട് കൂടുതൽ ഫ്യൂൽ എൻജിൻ്റെ അകത്ത് കത്തിച്ചിട്ട് എൻജിൻ്റെ പവർ കൂട്ടുന്നൊരു സംഭവമാണ്. അപ്പോൾ സാധാ റീട്യൂൺ ചെയ്ത ഒരു എൻജിൻ നമുക്ക് നേരിട്ട് കാണാം. അപ്പോൾ ശരിക്കും മനസ്സിലാവും അതിൽ എന്തൊക്കെ മോഡിഫിക്കേഷൻ അവർ ചെയ്തിട്ടുണ്ട് ആ ഒരു എൻജിനെ പവർ കൂട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിൽ അവർ വലിയ ടർബോ ചാർജറും അതേപോലെ മൾട്ടിപ്പിൾ ഫ്യൂൽ ഇഞ്ചക്ടർ ഇങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. ചിലപ്പോൾ ഈ ഒരു എൻജിൻ്റെ ലൈഫ് വളരെ കുറവായിരിക്കും. ഒരു എത്ര കിലോമീറ്റർ ഓടിക്കഴിഞ്ഞാൽ അതിൻ്റെ എൻജിൻ ഫെയിലാവും. അപ്പോൾ ഒരു റേസിംഗ് പർപ്പസിന് വേണ്ടിയിട്ട് മാത്രം ആ എൻജിൻ യൂസ് ചെയ്യുക. ആ ഒരു റേസിംഗ് കഴിയുമ്പോഴത്തേക്ക് അതിൻ്റെ എൻജിൻ ചിലപ്പോൾ തകർന്നിട്ടുണ്ടാവും. അതിൻ്റെ പിസ്റ്റണൊക്കെ ഉരുകിപ്പോവും. പിസ്റ്റണ്, സിലിണ്ടർ ഹെഡ് ഗ്യാസ്കറ്റ്, വാൽവ് ഇതൊക്കെ ഉരുകി പോകാനും അതുപോലെ ഡാമേജ് ആവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതിന് വേണ്ടിയിട്ട് അവർ മോസ്റ്റ് സ്ട്രോങ് ആയിട്ടുള്ള വാൽവും അതേപോലെ പിസ്റ്റണൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. എന്നിരുന്നാലും അത് തകരാനുള്ള ഡാമേജ് ആവാനുള്ള ചാൻസ് കൂടുതലാണ്. നമുക്ക് നേരിട്ട് കാണാം ആ ഒരു വാഹനത്തിൻ്റെ എൻജിൻ. അപ്പോൾ നമുക്ക് ശരിക്കും മനസ്സിലാവില്ല എന്തൊക്കെ മോഡിഫിക്കേഷൻ അവർ ചെയ്തിട്ടുണ്ടെന്ന്. അപ്പോൾ വീഡിയോ അടക്കം ഈ ഒരു വാഹനത്തിൻ്റെ എൻജിനാട്ടോ അവിടെ അവർ റീട്യൂൺ ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ വെളിയിൽ നിന്ന് നോക്കുമ്പോൾ ഇതിന് വലിയ മോഡിഫിക്കേഷൻ ഒന്നുമില്ല. ഇതിന് എൻജിൻ അവർ കംപ്ലീറ്റ് റീട്യൂൺ ചെയ്തിട്ടുണ്ട്. ഒരു റേസിംഗ് പർപ്പസിന് വേണ്ടി ഉപയോഗിക്കുന്ന വാഹനമാണെന്നാണ് തോന്നുന്നത് ഈ ഒരു വാഹനം. കാരണം അത്രയും ഹൈ എൻഡ് മോഡിഫിക്കേഷൻ അവർ ചെയ്തിട്ടുള്ളത്. ഇവിടെ ഇതിൻ്റെ വലിയൊരു ടർബോ ചാർജറാണ്. ഈ ടർബോ ചാർജർ നല്ല വലുപ്പമുണ്ട് കേട്ടോ. ഇത് വലുപ്പം കൂടുന്നതിനനുസരിച്ചിട്ട് ഇതിൻ്റെ എൻജിനകത്തേക്ക് എയർ തള്ളാനുള്ള കപ്പാസിറ്റി കൂടും. ശരിക്കും അത്രയും വോളിയം എയറിനെ എൻജിനകത്തേക്ക് തള്ളാൻ ഈ ഒരു ടർബോ ചാർജറിന് സാധിക്കും. അപ്പോൾ ഇതിൻ്റെ എയർ ഫിൽറ്ററൊന്നും കാണില്ല. ചിലപ്പോൾ എയർ ഫിൽറ്ററിൻ്റെ പകരം ഇവിടെ ഒരു ചെറിയ നെറ്റ് കൊടുത്തിട്ടുണ്ട്. ഈ വലിയ പാർട്ടികളൊന്നും ഈ ഒരു ഫാൻ്റെ മേലെ പോയി തട്ടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ആ ഒരു ഫിൽറ്റർ, ചെറിയൊരു ഫിൽറ്റർ മാത്രമേ കൊടുത്തിട്ടുള്ളവർ. അതേപോലെ അതിൻ്റെ റേഡിയേറ്ററിൻ്റെ ഓസൊക്കെ ഇവിടെ കാണാം. റേഡിയേറ്ററിൻ്റെ ഓസൊക്കെ അവർ മെറ്റലിൻ്റെ ഓസാണ് ഫിറ്റ് ചെയ്തിട്ടുള്ളത്, നല്ല സ്റ്റീൽ ടൈപ്പ്. കാരണം ഈ റബ്ബറിൻ്റെ ഓസുകളൊക്കെ മാറ്റിയിട്ട് അവർ മെറ്റലിൻ്റെ പൈപ്പുകളാണ് മാക്സിമം ഏരിയയിൽ അവർ യൂസ് ചെയ്യുന്നത്. കാരണം ഈ വണ്ടി ഓവർ റേസ് ആക്കുന്ന സമയത്ത് ഈ ഒരു കൂളിംഗ് സിസ്റ്റത്തിലൊക്കെ പ്രഷർ കൂടിയിട്ട് പൊട്ടിത്തെറിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ റേഡിയേറ്ററൊക്കെ ഇരുമ്പിൻ്റെ റേഡിയേറ്ററാണ്, സ്റ്റീലിൻ്റെ. ഇതിൻ്റെ വാൽവ് കവറൊക്കെ ഇവിടെ കാണാം. അതേപോലെ ഇതിൻ്റെ ഇഗ്നിഷൻ കോയിൽ ഈ മോഡിഫിക്കേഷൻ കിറ്റ് ഉൽപ്പാദിപ്പിക്കുന്ന കമ്പനീൻ്റെ ഇഗ്നിഷൻ കോയിലാണ്. അപ്പോൾ ഈ ഇഗ്നിഷൻ കോയിൽ ECM, ഇഞ്ചക്ടർ, ടർബോ ചാർജറൊക്കെ ഒരു കമ്പനി നിർമ്മിക്കുന്നതായിരിക്കും. അപ്പോൾ അവരുടെ സംഭവമാണ് ഇവിടെ കാണുന്നത്. അതേപോലെ ഇവിടെ അതിൻ്റെ ഫ്യൂൽ റെയിൽ കാണാം. ഇതിന് 3 ഫ്യൂൽ റെയിൽ കൊടുത്തിട്ടുണ്ട്. 3 ഫ്യൂൽ റെയിലും അവർ ഇഞ്ചക്ടറും ഫിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതൊരു 6 സിലിണ്ടർ എഞ്ചിനാണ്, 6 സിലിണ്ടർ ഇൻലൈൻ എഞ്ചിനാണ്. അപ്പോൾ അതിന് അവർ 18 ഇഞ്ചക്ടർ വരുന്നുണ്ട് ടോട്ടൽ. അപ്പോൾ ഈ ഒരു 3 ഫ്യൂൽ ലൈനിലേക്ക് 3 ഫ്യൂൽ പമ്പും അതേപോലെ 3 ഫ്യൂൽ റെഗുലേറ്റർ ഇങ്ങനെ സംഭവങ്ങളൊക്കെ ഉണ്ടാവും. കാരണം അത്രയും ഈ ഒരു ടർബോ ചാർജർ എയർ പമ്പ് ചെയ്യുന്നുണ്ട്. ആ എയറിൻ്റെ അനുസരിച്ചിട്ടുള്ള ഫ്യൂലും ഇവിടെ കിട്ടണം. അതിന് വേണ്ടിയിട്ടാണ് അവർ അങ്ങനെ ഇത്രയും ഇഞ്ചക്ടർ ഫിറ്റ് ചെയ്യാനുള്ള കാരണം. ഇവിടെ അതിൻ്റെ ഒരു ത്രോട്ടിൽ ബോഡി സംഭവങ്ങളൊക്കെ കാണാം. മാനുവലി ഓപ്പറേറ്റ് ചെയ്യുന്ന ഒരു ത്രോട്ടിൽ ബോഡിയാണ്. അതേപോലെ ഇവിടെ ഈ കാണുന്നതിൻ്റെ ഫ്യൂൽ റെഗുലേറ്റർ അസിസ്റ്റ് കേട്ടോ. കാരണം അത് ഹൈ പ്രഷർ ഫ്യൂൽ സിസ്റ്റമാണ്. ഫ്യൂലിൻ്റെ പ്രഷറൊക്കെ കൂടുതലായിരിക്കും. അത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനൊക്കെ സാധിക്കും. അപ്പോൾ അതിൻ്റെ സംഭവങ്ങളൊക്കെ ഇവിടെ കാണുന്നത്. ഇവിടെ ഇതിൻ്റെ ഫ്യൂൽ ഇഞ്ചക്ടർ കാണാം. അതേപോലെ അതിൻ്റെ എഞ്ചിൻ ഓയിലിൻ്റെ ഗ്രേഡൊക്കെ വ്യത്യാസം ഉണ്ട് കേട്ടോ. കാരണം അത്രയും ഫ്യൂല് കത്തുന്ന സമയത്ത് ശരിക്കും ലൂബ്രിക്കേഷൻ കിട്ടണം. അതുപോലെ അതിൻ്റെ ECM ഒക്കെ അവർ മാറ്റി ഫിറ്റ് ചെയ്തിട്ടുണ്ടാവും. ഹൈ പവർ ECM ആയിരിക്കും ഫ്യൂല് കൂടുതൽ ഇഞ്ചക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇത്തരം വാഹനങ്ങൾ അവർ ഡ്രിഫ്റ്റിങ്ങിനും ഉപയോഗിക്കുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ ഇവിടെ ഡ്രിഫ്റ്റിങ് കാണാം. ഇത്രയും വലിയൊരു വാഹനത്തിൻ്റെ റിയറിലെ വീൽ ഇത്രയും സ്പിന്നാവണമെങ്കിൽ അതിന് എഞ്ചിൻ അത്രമാത്രം പവർ വേണം, എന്നാലേ അതിൻ്റെ വീല് കടന്ന് സ്പിന്നാവുള്ളൂ. ഈ ഒരു ചെറിയ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഈ ഒരു ഇൻഫർമേഷൻ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതേപോലെ വീഡിയോ ലൈക്ക് ചെയ്യുക. Done it.